നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നീരജ. നിംസ് മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ്. കേരളത്തിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദമാണ്. ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടെത്താമെന്നും അതുവഴി ബ്രസ്റ്റ് ക്യാൻസർ കാരണം സമൂഹത്തിലുള്ള ബർഡൻ എങ്ങനെ കുറയ്ക്കാമെന്നും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സ്ഥലങ്ങളിലും കക്ഷങ്ങളിലും പുതുതായി മുഴകൾ കാണുക, സ്ഥലത്തിന്റെ വലിപ്പത്തിലോ ആകൃതിയിലോ മാറ്റങ്ങൾ വരിക, സ്ഥലത്തിന്റെ മുകളിലുള്ള ത്വക്കിൽ നിറവ്യത്യാസം, തടിപ്പ് മുതലായവ ഉണ്ടാവുക, മുലക്കണ്ണ് അകത്തേക്ക് വലിയുക, മുലക്കണ്ണിൽ നിന്ന് രക്തം കലർന്ന സ്രാവം വരിക, ഇതെല്ലാമാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള ലക്ഷണങ്ങളായി കണക്കാക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത് സ്ഥിരമായ സ്ക്രീനിംഗ് പരിശോധനകൾക്ക് വിധേയരാവുക എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളും മാസത്തിലൊരിക്കൽ സ്വയം സ്തനപരിശോധന ചെയ്യേണ്ടതുണ്ട്. ഇതുകൂടാതെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ സ്ക്രീനിംഗ് ടെസ്റ്റായ മാമോഗ്രാമും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും നടത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ആരോഗ്യകരമായ ഒരു വെയിറ്റ് നിലനിർത്തുക, റെഗുലറായി എക്സസൈസ് ചെയ്യുക, പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഡയറ്റ് ഫോളോ ചെയ്യുക, മദ്യപാനം, പുകവലി ഇതെല്ലാം ഉപേക്ഷിക്കുക. ഇതിൽ കൂടെ തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോരാടാം ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ. നന്ദി.